മിക്ക ആസ്പിരൻസും ഒരു വർഷത്തിൽ 3 തവണയെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. നാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞാനും കൂടെ പോകണോ എന്നുള്ളൊരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ വീട്ടുകാരോട് തേടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ പറയും, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തു. ചിലപ്പോൾ നമുക്ക് വിഷമം വരും, ചിലപ്പോൾ സന്തോഷം വരും, പോയാലും ഇല്ലെങ്കിലും. ഒന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 30 ദിവസത്തിൽ കുറവ് മാത്രമേ ഒരു ആസ്പിരൻ്റ് സ്വന്തം വീട്ടിൽ ചിലവഴിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ പോകാനാണ് മനസ്സ് കൂടുതലും പറയുക. എന്നാൽ ഓരോ പ്രാവശ്യം പോകാൻ തീരുമാനം എടുക്കുമ്പോഴും മനസ്സിൽ ഇങ്ങനെ കനത്തൊരു വിഷമം വരും. ഇത്രയും ദിവസം എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകണമല്ലോ എന്നൊക്കെ. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വിഷു കൂടാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ പോകുമ്പോൾ മനസ്സിലാണെങ്കിൽ ഫുൾ കൺഫ്യൂഷനും ഡൗട്ടുമാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇത്രയും ദിവസം പഠിക്കാതിരിക്കാനും വയ്യ. ഇത്രയും കാലത്തിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാരെങ്ങനെയാണ് നമ്മുടെ ആഘോഷ സമയത്ത് നമ്മളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നും അറിഞ്ഞുകൂടാ. ഇത്രയും കാലത്തിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ചെറിയൊരു അകൽച്ച, ചെറിയൊരു ദൂരം എന്തോ കൊണ്ട് മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നാട്ടിലെത്തുമ്പോൾ അച്ഛനെയാണ് ആദ്യം കാണുന്നത്. അച്ഛൻ്റെ മുഖം കാണുമ്പോൾ നമ്മളോടുള്ള സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും കാലമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചോദ്യം, ഇനിയും നിനക്ക് കംപ്ലീറ്റ്ലി പെർമനൻ്റായിട്ട് വീട്ടിൽ വരാൻ വേണ്ടി ആയില്ലേ എന്നുള്ളൊരു ചോദ്യം മുഖത്തുള്ളതുപോലെ തോന്നും. ആദ്യ വർഷത്തെ പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ പല കൂട്ടുകാരും ഇനി ജോലി കിട്ടിയിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. എന്നാൽ അവരൊക്കെ ഓണമായപ്പോഴും ക്രിസ്മസ് ആയപ്പോഴൊക്കെ വീട്ടിലേക്ക് പോയി. ഞാനും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മയില്ല, കാരണം ഏറിപ്പോയ 5 ദിവസം മാത്രമേ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. പലർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷനാണെന്ന് എനിക്കറിയാം. നമ്മളൊക്കെ എത്ര മാറി നിന്ന് എത്ര കഷ്ടപ്പെട്ട് പഠിക്കുകയാണെന്നുള്ളത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നീ പഠിക്കാൻ വേണ്ടി പോയതല്ലേ, പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ എന്തൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു വിഷുവോ ഒരു ഓണമോ മാത്രമല്ല, വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം, കുറച്ച് വീട്ടിലിരിക്കാൻ വേണ്ടി പറ്റുന്ന സമയം, ഇതൊക്കെ കൂടിയാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. കാരണം ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു 10 ദിവസത്തിൽ കൂടുതൽ നമുക്ക് വീട്ടിൽ വന്നിരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. മെല്ലെ ഇനി വീട്ടിൽ പോയി വിശ്രമിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. നാട്ടിൽ വരുന്നത് വരെ നാട്ടിലേക്ക് വരണമല്ലോ എന്നുള്ളതും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകണമല്ലോ എന്നുള്ളതും ഒരു വിഷമമാണ്. എന്നാൽ ഈ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇനി കുറച്ച് ദിവസം നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ ഇരുന്ന് കുറച്ചെന്തെങ്കിലുമൊക്കെ റിവൈസ് ചെയ്തുകൊണ്ട് കടന്നുകൂടാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റേ ഹൈഡ്രേറ്റഡ്, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വിഷു.